ഒമാനിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിക്കുന്നു. ഡൽഹി, കൊച്ചി, കോഴിക്കോട്, മംഗളൂരു, മുംബൈ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അച്യുതൻ, പതിവ് പോലെ തന്നെ നാളെ മുതൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കും എന്നാണോ എയർ ഇന്ത്യ അറിയിക്കുന്നത്? അച്യുത, ഏറെ ആശ്വാസകരമായിട്ടുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്നത്. അതായത് പല വിമാന കമ്പനികളും ഇപ്പോൾ വിമാന സർവീസുകൾ ആരംഭിക്കുവാനുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ എമിറേറ്റ്സ് ഇന്ന് രാത്രി തന്നെ വിമാന സർവീസുകൾ ആരംഭിക്കും എന്ന വിവരം ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഡൽഹിയിലേക്കുള്ള വിമാനം, അതുപോലെ ദുബായിൽ നിന്ന് മുംബൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്ന് രാത്രിയോടുകൂടി ആരംഭിക്കും. എന്തെങ്കിലും അസ്വാഭാവികമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ സർവീസുകളെ ബാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, എത്തിഹാദിന്റെ ഏതാണ്ട് 15 വിമാന സർവീസുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഒപ്പമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ മസ്കറ്റിൽ നിന്ന് നാളെ മുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന കാര്യം കൂടി ഇപ്പോൾ അറിയിക്കുന്നത്. അതായത് വിമാന സർവീസുകൾ ഡൽഹിയിലേക്കും കൊച്ചിയിലേക്കും കോഴിക്കോടേക്കും മാംഗ്ലൂർ, മുംബൈ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കായിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ നടത്തുക. മസ്കറ്റിൽ നിന്നുള്ള ആദ്യ വിമാനം അത് തിരുച്ചിറപ്പള്ളിയിലേക്കായിരിക്കും. 10:25 ആയിരിക്കും ഈ വിമാനം നാളെ പുറപ്പെടുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിമാന കമ്പനികൾ അറിയിക്കുന്നത്. അതേസമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിലവിൽ നിർത്തിവെച്ചിട്ടുണ്ട്. അത് നാളെ വരെ അത് നിർത്തിവെച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി അറിയിക്കുന്നു. അതേസമയത്ത് കുവൈറ്റിൽ നിന്ന് എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ മസ്കറ്റിൽ നിന്ന് എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ നാളെ ആരംഭിക്കും. ഏറെ പ്രധാനപ്പെട്ടത് ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാന സർവീസുകൾ ആരംഭിക്കും എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അത് ഇന്ന് രാത്രിയായിരിക്കും ആ വിമാന സർവീസുകൾ നടക്കുക. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിലായി ഉള്ളത്. അവരെ സംബന്ധിച്ച് ആശ്വാസമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ്. അവർക്ക് നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയുന്ന വളരെ ശുഭപ്രതീക്ഷ കൂടി നൽകുന്ന ഒരു വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.